പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവർക്ക് മതിയായ സൗകര്യങ്ങളില്ല എന്നുള്ള ആക്ഷേപം ഉയരുകയാണ്. ആശുപത്രിയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി പരാതികൾ നൽകിയിട്ടും അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും പറയുന്നു ആളുകൾ. പോരായ്മകൾ പരിഹരിക്കാത്തതിനാൽ ചികിത്സയ്ക്കായി എത്തുന്നവരുടെ എണ്ണത്തിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്. പരിതാപകരമായ അവസ്ഥയിലാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ജോലികൾ ഭൂരിഭാഗവും പൂർത്തിയായി. അവശേഷിക്കുന്നത് മിനുക്കുപണികൾ മാത്രം. ഇതിനോടകം OP സേവനങ്ങൾ പുതിയ കെട്ടിടത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ടിക്കറ്റ് കൗണ്ടർ, ലാബ് സൗകര്യമെല്ലാം പുറകിലുള്ള പഴയ കെട്ടിടത്തിലാണ്. ഇതിനിടയിൽ കിടന്ന് ഓടുകയാണ് ചികിത്സയ്ക്കെത്തുന്നവർ. നിലവിലെ ടിക്കറ്റ് കൗണ്ടറിലെ ക്യൂ നീണ്ടുപോയാൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവർക്ക് മഴയും വെയിലും ഏൽക്കാതെ നിൽക്കാനുള്ള സൗകര്യവുമില്ല. ഉദ്ഘാടനം കഴിയാത്തതിനാലാണ് പൂർണ്ണമായി കെട്ടിടം പ്രവർത്തന സജ്ജമാകാത്തത് എന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം. മന്ത്രിയുടെ ഡേറ്റ് ലഭിച്ചപ്പോൾ ജോലികൾ പൂർത്തിയായിരുന്നില്ല. ഇനി പുതിയ ഡേറ്റ് ലഭിച്ചിട്ട് വേണം ഉദ്ഘാടനം തീരുമാനിക്കാൻ. നിലവിലുള്ള കെട്ടിടങ്ങളിൽ 64 കിടക്കകളുള്ള ഒരു വാർഡ് കെട്ടിടവും സ്റ്റോർ റൂമും കാലപ്പഴക്കത്താൽ ഫിറ്റ്നസ് ഇല്ലാത്തവയാണ്. ചോരാതിരിക്കാൻ ടാർപോളിൻ വിരിച്ചാണ് സ്റ്റോർ റൂം നിലനിർത്തുന്നത്. കാലപ്പഴക്കം ചെന്ന വാർഡിൽ രോഗികളെ കിടത്തി ചികിത്സിക്കാൻ സാധിക്കാത്തതിനാൽ IP പ്രവർത്തനത്തെ ബാധിക്കുന്നുമുണ്ട്. പ്രസവ വാർഡിനോട് ചേർന്നുള്ള ഓടയുടെ സ്ലാബെല്ലാം ഇളകി അപകടകരമായ അവസ്ഥയിലും. നഗരസഭയെ സംബന്ധിച്ച് പരിമിതമായ ഫണ്ടുകളുള്ളൂ. ആ ഫണ്ടുകളുടെ ഏറ്റവും കൂടുതൽ ശതമാനം വിനിയോഗിക്കുന്നത് ഈ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വളരെ പഴക്കം ചെന്ന കെട്ടിടങ്ങളാണ്. ഗവൺമെൻറ്റിലേക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ആ മാസ്റ്റർ പ്ലാൻ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 40 കോടി രൂപയോളം ചെലവഴിച്ചാൽ മാത്രമേ ഇന്ന് ഈ കാണുന്ന ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. 4 വർഷം മുമ്പ് വരെ 600-നടുത്ത് പ്രസവം നടന്നുകൊണ്ടിരുന്ന ആശുപത്രിയിൽ കഴിഞ്ഞ വർഷം നടന്നത് 60-ൽ താഴെ മാത്രം പ്രസവങ്ങളാണ്. പ്രസവതീതി അടുക്കുന്ന ഗർഭിണികളെ അനാവശ്യമായി ഗൈനക്കോളജി വിഭാഗം ഡോക്ടർമാർ മറ്റു ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്നു എന്ന ആക്ഷേപവും നിലനിൽക്കുന്നു. എത്തുന്നവരിൽ അധികവും ഇതര സംസ്ഥാനക്കാരായതിനാൽ വൃത്തിയുടെ കാര്യമാണ് ഇതിന് ന്യായമായി ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത്. ഇതിനു പുറമെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ തയ്യാറാവുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. സാധാരണ ആക്സിഡന്റ് ഉണ്ടാകുന്നത് പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടാത്ത എല്ലാം ഇവിടെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ നിന്ന് അവർ സ്ഥിരം അങ്ങോട്ട് അയക്കാണ്. എവിടെ? നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ ആക്കാണ്. ഇവിടെ ആ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറാക്കില്ല. ഈ മാസം 14-ാം തീയതി ഒരാൾ മരണപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് പോലീസ് ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് കൊടുത്ത സന്ദർഭത്തിൽ അവർ ഈ ബോഡി പോസ്റ്റ്മോർട്ടം ഇവിടെ ചെയ്യാതെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മടക്കി. അവിടെ ചെന്നപ്പോൾ അവർ ഇങ്ങോട്ട് മടക്കി. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഇവിടെ വന്ന് അത് പോസ്റ്റ്മോർട്ടം ചെയ്തു. ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ആരാണോ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ബോഡിയോട് അനാദരവ് കാണിച്ചിരിക്കുന്നത്. ആശുപത്രിയിൽ നിലവിലുള്ള ഏക ആംബുലൻസ് ആകട്ടെ 15 വർഷമെന്ന കാലാവധി തീയതിയോട് അടുക്കാറുമായി. സാധാരണക്കാരാണ് സർക്കാർ ആശുപത്രിയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് ഇതിനോടകം തന്നെ ആളുകൾ എത്തുന്നത് കുറഞ്ഞിട്ടുണ്ട്. ഈ അവസ്ഥ മാറണം. അധികാരികൾ എത്രയും വേഗം ആശുപത്രിയുടെ കാര്യങ്ങളിൽ ഇടപെടണം. ജോയ്സിയാറിനൊപ്പം വിഷ്ണുപ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.